നമസ്കാരം. നവരാത്രിയുടെ അതിവിശേഷപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് നാം ഏവരും കടന്നു പോകുന്നത്. ഈ ദിവസങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. ദേവിയെ ആരാധിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം. എന്നാൽ ഈ ദിവസങ്ങളിൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യം വന്ന് ചേർന്നിരിക്കുന്നതായ സമയമാകുന്നു. ഒക്ടോബർ 6 മുതൽ ഇവർ രക്ഷപ്പെടും എന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. കാരണം ഇവരുടെ ജീവിതത്തിൽ ദേവിയുടെ അനുഗ്രഹത്താൽ ചില കാര്യങ്ങൾ അത്ഭുതകരമായി സംഭവിക്കാൻ പോവുകയാണ്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. നവരാത്രിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളുടെ ഭാഗമാകുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമസ്കാരം. നാളെ നവരാത്രി 4ാം ദിനമാകുന്നു. കൂടാതെ ചതുർത്ഥി തിഥി ആരംഭിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. നാളെ ജീവിതം എത്ര കഷ്ടപ്പാടിലാണ് എങ്കിലും ചില കാര്യങ്ങൾ നാളെ ചെയ്യുന്നതിലൂടെ, പ്രത്യേകിച്ചും അത് നിങ്ങൾക്ക് പ്രതികൂലമായ കാര്യങ്ങളാണ് എങ്കിൽ പോലും അനുകൂലമായി തീരും. ദേവിയുടെ അനുഗ്രഹത്താൽ സകല ദുരിതങ്ങളും ഇതിലൂടെ ഇല്ലാതെയാകുന്നു എന്നതാണ് വാസ്തവം. ദേവീക്ഷേത്രത്തിൽ സാധിക്കുന്നവർ ദർശനം നടത്തുക, ദേവിക്ക് മാല സമർപ്പിക്കുക. ഉയർച്ചയും സകല ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും. പുതിയ തുടക്കം ആഗ്രഹിക്കുന്നവർ പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ ചെയ്യുക. നാളെ നടത്തുന്ന വിശേഷാൽ പൂജയുടെ ഭാഗമാകുവാൻ ഏവരും ശ്രദ്ധിക്കുക. കൂശ്മാണ്ഡ ദേവി. നവരാത്രി 4ാം ദിവസം ആരാധിക്കേണ്ട ദേവിയാണ് കൂശ്മാണ്ഡ ദേവി. കൂശ്മാണ്ഡ ദേവി സൂര്യനിൽ വസിക്കുന്നു എന്നും സൂര്യന് ഈ ഊർജം നൽകുന്നത് ദേവിയാണ് എന്നും മാർക്കണ്ഡേയ പുരാണത്തിൽ പരാമർശമുണ്ട്. ജീവിതത്തിൽ അതിനാൽ ഉയർച്ചയ്ക്കായി ദേവിയുടെ അനുഗ്രഹം ഓരോ വ്യക്തികൾക്കും അനിവാര്യം തന്നെയാകുന്നു. നാളത്തെ ദിവസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേതായ കാര്യം നിറവുമായി ബന്ധപ്പെട്ടാണ്. നാളത്തെ പ്രധാനപ്പെട്ട നിറം എന്ന് പറയുന്നത് ഓറഞ്ച് നിറമാകുന്നു. നാളെ നാം ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഏറ്റവും വിശേഷമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ആരോഗ്യം, ഉയർച്ച, സംരക്ഷണം എന്നിവ ദേവി നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. പുരാണങ്ങൾ പ്രകാരം അന്ധകാരത്തിലായിരുന്ന പ്രപഞ്ചത്തെ ദേവിയുടെ ഒരു ചെറു പുഞ്ചിരിയാൽ സൃഷ്ടിച്ചു എന്നാണ് വിശ്വാസം. ഇതിനാൽ ദേവിയെ നമ്മളിലെ അന്ധത ഇല്ലാതാക്കി നിങ്ങൾക്ക് ഏവർക്കും ജ്ഞാനം നൽകുന്ന ദേവിയായി തന്നെ കണക്കാക്കുന്നതുമാണ്. ദേവിക്ക് 8 കൈകളുണ്ട്. കൂടാതെ പുലിപ്പുറത്താണ് ദേവി ഇരിക്കുന്നതായി സങ്കല്പിക്കുന്നത്. ഇതിനാൽ തന്നെ ദേവിക്ക് അഷ്ടഭുജ ദേവി എന്ന നാമമുണ്ട്. അതിനാൽ തന്നെ ദേവിയെ നാളെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ആ പ്രധാനപ്പെട്ട ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കും. നാളെ ചില വസ്തുക്കൾ ദേവിക്ക് സമർപ്പിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. അതേക്കുറിച്ച് മനസ്സിലാക്കാം. നിങ്ങളുടെ വീടുകളിൽ ചുവന്ന പൂക്കളുണ്ട് എങ്കിൽ നാളെ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ചുവന്ന പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമാണ്. ചുവന്ന റോസാ പുഷ്പം ഏറ്റവും ഉത്തമമായി തന്നെ കണക്കാക്കാം. ഇനി അഥവാ നിങ്ങളുടെ വീടുകളിൽ ചുവന്ന പുഷ്പങ്ങളില്ല എങ്കിൽ പുഷ്പങ്ങൾ നിങ്ങൾ വാങ്ങിയാണ് എങ്കിലും സമർപ്പിക്കുവാൻ ശ്രമിക്കുക. സാധിക്കാത്തവർ സിന്ദൂരം, കൺമഷി, വളകൾ, അത് കുപ്പിവളകളാണ്, മിഞ്ചി, കണ്ണാടി, പാദസരം എന്നിവ സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നു. ദേവിയുടെ അനുഗ്രഹം പെട്ടെന്ന് സിദ്ധിക്കുന്നതിനും ഫലപ്രാപ്തി അഥവാ ഉയർച്ച നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കടന്നു വരാനും ഈ വസ്തുക്കൾ സമർപ്പിക്കുന്നതാണ് ഏറ്റവും വിശേഷം. കൂടാതെ നാളെ തൈര് നിവേദ്യമായി സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കുന്നു. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതായ തൈര് അല്ലെങ്കിൽ എടുത്തതിന്റെ ബാക്കി തൈര് ഒരിക്കലും നിങ്ങൾ സമർപ്പിക്കുവാൻ പാടുള്ളതല്ല. അതിനാൽ പുതിയ തൈര് തന്നെ വാങ്ങി സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. അല്പം തൈരാണ് എങ്കിലും നാളെ സമർപ്പിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് പ്രധാനമായും വന്നു ചേരുന്നത് ഭാഗ്യത്തിന് മേൽ ഭാഗ്യമാകുന്നു. ഇതിനാൽ ഇത് നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. വീടുകളിലേക്ക് കൊണ്ടുവരേണ്ടതായ ചില വസ്തുക്കളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതായ ചില വസ്തുക്കളെ കുറിച്ച് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേതായ വസ്തു ചുവന്ന വസ്ത്രമാണ്. ചുവന്ന പട്ടാണ് എങ്കിലും വീടുകളിൽ കൊണ്ടുവരികയും അത് ദേവിക്കായി വിളക്ക് തെളിയിച്ച് സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാണ്.
കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ശത്രുദോഷവുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്യുവാൻ സഹായകരമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. കൂടാതെ സിന്ദൂരം നാളെ പുതിയത് വീടുകളിലേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നത് ഉയർച്ച നിങ്ങൾക്ക് സമ്മാനിക്കും. പ്രധാനമായും ചെയ്യേണ്ടത് ഈ സിന്ദൂരം വിളക്ക് തെളിയിച്ച് ദേവിക്കായി സമർപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കുക എന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നത് ആ സ്ത്രീകൾക്കും ആ കുടുംബത്തിനും ഐശ്വര്യം വന്നു ചേരുന്നതിന് സഹായകരമായി തീരും. മറ്റൊന്ന് മഞ്ഞളാണ്. ഏവർക്കും വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നതായ ഒരു വസ്തുവാണ് എന്ന് തന്നെ പരാമർശിക്കാം. പ്രധാനമായും രോഗ ദുരിതങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാക്കുവാൻ സഹായകരമാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം വർദ്ധിക്കുവാനും സഹായകരമായി തീരും. മറ്റൊന്ന് കൺമഷിയാണ്. ഒരു വ്യക്തി ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ദോഷങ്ങളിൽ ഒന്നാണ് ദൃഷ്ടിദോഷം. ജീവിതത്തിൽ നിന്നും ദൃഷ്ടിദോഷം ഒഴിവാക്കുവാനും ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുവാനും കൺമഷി നാളെ ദേവിക്കായി സമർപ്പിക്കുകയോ അല്ലെങ്കിൽ വീടുകളിലേക്ക് കൊണ്ടുവരികയോ അത്തരത്തിൽ സമർപ്പിക്കുന്നതും ശുഭകരമാണ്. മധുരം നാളെ വീടുകളിൽ കൊണ്ടുവരികയും ദേവിക്ക് സമർപ്പിക്കുന്നതും പ്രത്യേകിച്ചും കുടുംബാംഗങ്ങൾ ഏവരും അത് സേവിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. കൂടാതെ നാളെ കുട്ടികൾക്ക് മധുരം വാങ്ങി നൽകുന്നതും വിശേഷമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സഹായകരമാണ്. നാളെ തീർച്ചയായും ദേവിക്ക് മുൻപ് പരാമർശിച്ച പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതിനോടൊപ്പം ഇത്തരത്തിൽ വിളക്ക് തെളിയിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. 5 തിരിയിട്ട ഭദ്രദീപമാണ് തെളിയിക്കേണ്ടത്. നെയ്വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. കാരണം പ്രധാനപ്പെട്ട ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ജീവിതം അവസാനിച്ചു എന്ന അവസ്ഥയിൽ നിന്നും കരകയറുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കും. കാരണം വന്നു ചേരുന്നത് ദേവിയുടെ അനുഗ്രഹമാണ്. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരും. ഇനി ചെയ്യേണ്ടത് മന്ത്രത്തെക്കുറിച്ചാണ്. ചില മന്ത്രങ്ങൾക്ക് ചില ദിവസങ്ങളിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. അത്തരത്തിൽ ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു മന്ത്രമുണ്ട്. ഈ മന്ത്രമാണ് നിങ്ങൾ നാളെ ജപിക്കേണ്ടത്. 21 തവണ ഈ മന്ത്രം ജപിക്കണം. സാധിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ട് എങ്കിൽ 108 തവണ ജപിക്കുക. സവിശേഷമായ ഫലങ്ങൾ വന്നു ചേരും. സാധിക്കാത്തവർ 21 തവണ പകലോ അല്ലെങ്കിൽ രാത്രി അഥവാ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലാണ് എങ്കിലും ജപിക്കുവാൻ ശ്രമിക്കുക. മന്ത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. യാ ദേവി സർവഭൂതേഷു മാം കൂഷ്മാണ്ഡ രൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമഃ. സുരസമ്പൂർണ്ണ കലശം രുതിരലുപ്തമേവ ച ധനാധന ഹസ്തപക്ഷ്യാഭ്യാം കൂഷ്മാണ്ഡ ശുഭദാസ്തുമേ എന്നാകുന്നു. ഈ മന്ത്രം നിങ്ങൾ പഠിച്ചതിന് ശേഷം ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മന്ത്രം നാളെ ജപിക്കുന്നതിലൂടെ ഏറ്റവും സവിശേഷമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ദേവിയുടെ കടാക്ഷം ആ വീടുകളിൽ വിളങ്ങുക തന്നെ ചെയ്യും. നാളെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ ദേവീക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കുന്നത് ഇരട്ടി ഫലദായകമാണ് എന്ന കാര്യവും ഓർക്കുക. ഏവർക്കും ദേവിയുടെ അനുഗ്രഹത്താൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു.